ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നത് വെച്ചാൽ ഇപ്പം ഭാവി വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ തലമുറകൾക്ക് +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, എന്തിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു സംഭവം നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് ഇതിൻ്റെ എല്ലാവർക്കും എൻ്റെ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ വളരെ ഉപകാരമുള്ളൊരു ഇതായിട്ടാണ് ഏഷ്യാൻ ന്യൂസിൻ്റെ ഇത് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ഒരുപാട് കൺഫ്യൂഷനൊക്കെ ഇതിൽ നിന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊരു കരിയർ ചൂസ് ചെയ്യണം എന്നുള്ള എക്സാക്റ്റ് ഒരു ഡിസിഷൻ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റി. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. ഇനി ഇവിടെ എത്തിയപ്പോൾ ശരിക്കും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടുന്ന് കിട്ടിയത്. ഏത് കോഴ്സിനൊക്കെ കുട്ടീനെ ചേർക്കാൻ പറ്റുന്നോ, ഫ്യൂച്ചർ എന്തായിരിക്കും എന്നപ്പറ്റി നല്ല ഒരു ക്ലാസ്സാണ് ഇവിടെ കിട്ടിയത്. ക്ലാസ് മാത്രമല്ല, ഇവരെ കഴിവ് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ക്ലാസ് കൂടി കിട്ടി. ഞങ്ങൾ പേരൻസ് കൂടിയായിട്ടാണ് വന്നത്. അപ്പം കുട്ടി എന്താണെന്നുള്ള ഞങ്ങൾക്കും കൂടി മനസ്സിലായി. അപ്പോൾ ഇതിന് അവന് അഭിരുചിക്കനുസരിച്ചുള്ള ഒരു ജോലിയിലേക്ക് അല്ലെങ്കിൽ ഒരു കോഴ്സിലേക്ക് അവനെ നീക്കുക എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. ഇത് എന്ത് തന്നെയാലും ഏഷ്യാനെറ്റിനും ടീമിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ഇങ്ങനൊരു സംഭവം ഇവിടെ സംഘടിപ്പിച്ചതിന്. ഇവിടെ വരുമ്പോൾ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ക്ലിയർ ആയിട്ട് കിട്ടി. എന്താന്ന് ഒന്നും അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാല്. എന്താണ് +2 ഐഡിയ കിട്ടി. +2 എന്താ എടുക്കണ്ടേ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ എന്താ പറയാ, നമ്മുടെ ചുറ്റും കാണുന്ന കോളേജസ് മാത്രല്ല, നമ്മുടെ ചുറ്റുപാട്ടത്ത് കാണുന്ന കോഴ്സ് മാത്രല്ല, അതിലും കൂടുതലുണ്ട്. ഇനിയിപ്പോ കുറെ പഠിക്കാനുണ്ട് എന്ന് മനസ്സിലായി. ഒരു അടിപൊളി പ്രോഗ്രാം വന്നതിന് എന്തായാലും യൂസ്ഫുൾ ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. അടിപൊളിയായിട്ട്. ഏഷ്യാനെറ്റ് ഈ പ്രോഗ്രാം നമുക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഒരുക്കിയതിന് വളരെ നന്ദിയുണ്ട്. നമുക്ക് കുറെ എൻക്വയറീസ്, കുറെ ആൾക്കാർക്ക് ഈ കോഴ്സിനെ കുറിച്ച് നമ്മുടെ കോളേജിനെ കുറിച്ച് അറിയപ്പെടാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾക്ക് പിള്ളേർ ഓൾ ഓവർ കേരളത്തിൽ നിന്ന് എല്ലാ സ്ഥലത്തു നിന്ന് വരുന്ന കാരണം നമുക്ക് കൂടുതൽ നമ്മളെ എക്സ്പോസ് ചെയ്ത് നമുക്ക് നമ്മുടെ വൈഡ് റേഞ്ച് ഓഫ് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അറിയിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് വളരെ നന്ദി ഏഷ്യാനെറ്റിന്. പിന്നെ ബാക്കി സംഘടന അതിൻ്റെ കൂടെ ചേർത്തേക്കുന്ന അസോസിയേറ്റ് ചെയ്ത് നമുക്കൊരു ഇങ്ങനത്തെ ഒരു വേദി ഒരുക്കി വെച്ചേക്കുന്നതിന് നന്ദി പറയുന്നു. നമ്മൾ ബാംഗ്ലൂർ SVS ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഏഷ്യാനെറ്റിന്റെ ഈ പ്രോഗ്രാമിന് വന്നിട്ടുള്ളത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നല്ലൊരു ക്രൗഡായിരുന്നു. ഇപ്പോൾ കോഴിക്കോടത്ത് കഴിഞ്ഞിട്ടാണ് കണ്ണൂരത്തെ പ്രോഗ്രാമിന് എത്തിയത്. കോഴിക്കോടിനെക്കാളും നല്ലൊരു ക്രൗഡ് നമുക്ക് കണ്ണൂരുണ്ടായി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം നല്ല ക്യൂരിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. എല്ലാവർക്കും കോഴ്സിനെ പറ്റിയും കാര്യങ്ങളും കൂടുതൽ അറിയണം എന്ന് ആഗ്രഹമുണ്ട്. ഞാനിവിടെ ശാന്ത ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ റെപ്രസെന്റേറ്റീവ് ആണ് വന്നിട്ടുള്ളത്. ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ സ്ഥലമാണ്. അത് ഞങ്ങൾ കാലിക്കറ്റ് വന്നു, രണ്ടാമത് കണ്ണൂർ. ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആണ്. കുട്ടികളൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. മുന്നേ വേറെ കുറേ എക്സ്പോകളൊക്കെ ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടും ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് എനിക്ക് തോന്നുന്നത് എഡ്യൂഫെസ്റ്റ് പ്രോഗ്രാമിൽ ഒരുപാട് സ്റ്റുഡൻസുമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിച്ചു. ഒരുപാട് പേർക്ക് നമ്മുടെ കോളേജിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഷെയർ ചെയ്യാൻ സാധിച്ചു. ഇന്ന് ഇവിടെ ഒരുപാട് കോളേജസിന്റെ സ്റ്റാൾസ് അവൈലബിൾ ആണ്. വന്നവർക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് പേര് അഡ്മിഷൻസ് സ്പോട്ടിൽ എടുത്തവരുണ്ട്. ഏഷ്യാനെറ്റിലെ എഡ്യൂഫെസ്റ്റിന്റെ ഭാഗമായിട്ട് മാർ ബെസോലിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് MBITS കോളേജിനെ റെപ്രസെന്റ് ചെയ്താണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ വർഷം എഡ്യൂഫെസ്റ്റ് പല സ്ഥലങ്ങളിലായിട്ടാണ് ഏഷ്യാനെറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇതുകൊണ്ട് കുട്ടികൾക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കോളേജുകൾ, പല കോഴ്സുകൾ എല്ലാം തന്നെ അവർക്ക് അറിയാൻ പറ്റും. നല്ല കോളേജ്, ബെറ്റർ കോഴ്സ് എല്ലാം തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ കോളേജ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡിപ്ലോമ, എഞ്ചിനീയറിംഗ്, MCA ആൻഡ് MBA കോഴ്സുകളാണ്. സോ കുട്ടികൾക്ക് ഇതൊരു നല്ല സുവർണ്ണ അവസരമാണ്. പല സ്ഥലങ്ങളിലായിട്ട് ഏഷ്യാനെറ്റ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് പല സ്ഥലങ്ങളിലെ കുട്ടികൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. നല്ലൊരു പ്രോഗ്രാമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ പ്രോഗ്രാം വരുന്നത്. നല്ല എക്സ്പീരിയൻസ് ആണ്. കുറേ ആളെ മീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ പുതിയ ആൾക്കാരെ, പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം മനസ്സിലായി. സോ എനിവേ നൈസ് അറ്റ്മോസ്ഫിയർ, ഇഷ്ടപ്പെട്ടു ഒരുപാട്. നമ്മളിവിടെ കരാവലി കോളേജിന് റെപ്രസെന്റ് ചെയ്തിട്ടാണുള്ളത്. കാലിക്കറ്റ് ഉണ്ടായിരുന്നു. സോ കണ്ണൂർ നമ്മൾ പറയുന്ന സമയത്ത് ഓക്കെ നിയർ ആണ്, ബട്ട് ദ സ്റ്റാൾ ആൻഡ് എവറിത്തിങ് ഇസ് ഗുഡ്. ഒരുപാട് സ്റ്റുഡൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. വി ആർ ഹാപ്പി ടു നോ ദാറ്റ് നല്ല രീതിയിൽ സ്റ്റുഡൻസിൻ്റെ അടുത്ത് റീച്ച് ആയിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഏഷ്യാനെറ്റ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കോളേജിൻ്റെ സ്റ്റുഡൻസിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിനും ആൻഡ് ഓൾസോ ഈ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തതിനും താങ്ക് യു സോ മച്ച്. ഏഷ്യാനെറ്റും അമൃതയും കൂടെ ചേർന്ന് നടക്കുന്ന ഈ എഡ്യൂഫെസ്റ്റ് ഇതിപ്പോൾ രണ്ടാമത്തെ സ്ഥലമാണ്. കോഴിക്കോട് കഴിഞ്ഞു, ഇപ്പോൾ കണ്ണൂരാണ്. ഇവിടെ നല്ല വിദ്യാർത്ഥി പ്രവാഹം ഉണ്ട്. എന്തായാലും ഈ കടുത്ത വേനലിനെ ഒന്നും പരിഗണിക്കാതെ ആൾക്കാർ ഇടിച്ചു കയറുകയാണ്. അങ്ങനെ തന്നെ വേണം പറയാനായിട്ട്. എന്തായാലും കുട്ടികൾ അവരുടെ ഭാവി ഏത് രീതിയിലേക്ക് പോകണമെന്ന് ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അതിനനുസരിച്ച് തീരുമാനം എടുക്കാനും കൂടിയാണ് എല്ലാവരോടും എത്തുന്നത്. എന്തായാലും ഈ ഒരു ഉദ്യമം നന്നായി. ഇനിയും മലപ്പുറവും എറണാകുളവും കോട്ടയം കൂടി ഉണ്ട് കവർ ചെയ്യാൻ. കൂടുതൽ കുട്ടികൾ വരട്ടെ.
എല്ലാവർക്കും വിജയാശംസകൾ. I am admission manager from Bangalore HKBK group of institution. Is a group of institution we are offer engineering degree paramedical MBA program. And regarding for this program, this event feedback, crowd is very good, nice crowd. Morning onwards, we are getting good crowd, and many students interested showed in Bangalore College. All right, we are representing AKS University, which is in Madhya Pradesh, Satna. So this is 100 plus acres of university, and we are glad that to participate in Kerala. We have been traveling from Kozhikode. Now we are in Kannur, and we'll be traveling to Kochi and other places. Happy to be a part of this event, and all the best for all the intermediate students who would like to be a part of the AKS University. All the best. I'm Abhijit P.S. from Asian School of Business. ഞങ്ങൾ ഇപ്പോൾ കണ്ണൂരാണുള്ളത്. ആക്ച്വലി ഏഷ്യാനെറ്റിൻ്റെ EduFest 2025. അപ്പോൾ +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ബേസിക്കലി UG പ്രോഗ്രാംസ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ബേസിക്കലി ഞങ്ങളുടെ കോളേജ് ട്രിവാൻഡ്രത്താണ് വരുന്നത് ലൊക്കേഷൻ. ഞങ്ങൾ ചെയ്യുന്ന കോഴ്സസ് BCom, BBA ആൻഡ് BCA അണ്ടർ QSAT. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് ആക്ച്വലി ഞങ്ങളുടെ കോളേജായിട്ട് കോൺടാക്ട് ചെയ്യാം. വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസും കൊടുത്തിരിക്കുകയാണ്. കാലിക്കറ്റിനേക്കാളും ഒത്തിരി കുട്ടികൾ കണ്ണൂർ വന്നിട്ടുണ്ട്. നല്ല ഒറിജിനൽ ക്രൗഡാണ്. പേരൻസ് ഒക്കെ ജെന്യുവിൻ ആണ്. ഈവൻ സ്റ്റുഡൻസ് ആണെങ്കിലും ഇരുന്ന് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല എൻട്രി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇപ്പം തന്നെ ഏകദേശം 200-ന് മേളിൽ എൻട്രി ഞങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ട്. അത് തന്നെ വലിയൊരു നമ്പറാണ്. കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വെന്യൂവിൽ സ്റ്റാൾ എടുത്തത് ഞങ്ങൾക്ക് വളരെ ഹാപ്പിയാണ്. ഞങ്ങൾക്ക് അതിനുള്ള ഔട്ട്പുട്ട് കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങൾ ആകാശ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാംഗ്ലൂരിൽ നിന്നാണ്. ഇത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ഇത് 50 ഏക്കർ ക്യാമ്പസ് ആണ്. സോ ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, പിന്നെ ആർട്സ് ആൻഡ് സയൻസ്, കൊമേഴ്സ്, നഴ്സിംഗ്, ഫാർമസി, ഫിസിയോതെറാപ്പി ഇങ്ങനെയുള്ള എല്ലാ കോഴ്സുകൾക്കും 50ഓളം കോഴ്സുകളുണ്ട്. സോ ഞങ്ങളിവിടെ ഇന്നിപ്പം ഏഷ്യാനെറ്റും ചെക്കും കൂടെ നടത്തുന്ന ഈ ഒരു എഡ്യൂക്കേഷണൽ ഫെയറിൽ വന്നിട്ട് ഞങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് കാണുന്നത്. സോ നല്ല നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ എൻക്വയറി ചെയ്തു. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് തന്നുകൊണ്ടിരിക്കുന്നത്. സോ ഞങ്ങൾ ശരിക്കും കണ്ണൂർ വരുമ്പോഴത്തേക്കിന് ഇങ്ങനെയുള്ളൊരു റെസ്പോൺസ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഒരു ബിയോണ്ട് എക്സ്പെക്റ്റേഷനിലാണ് ഇവിടെയുള്ള ക്രൗഡും ഇവിടെ സ്റ്റുഡൻസിൻ്റെ പാരൻസിൻ്റെ ഇൻട്രസ്റ്റും എല്ലാം വേണ്ടി കാണുന്നത്. സോ ഇതേപോലെ ഞങ്ങൾ ഫർദർ ആയിട്ടുള്ള അപ്കമ്മിങ് ഇവൻറ്റ്സുകളിലും ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. സോ ഞങ്ങൾ ഈ ഒരു നല്ല ഒരു ക്രൗഡും നല്ലൊരു റെസ്പോൺസും തന്നതിൽ ഏഷ്യാനെറ്റും ചെക്കിനോടും ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ പേര് ഐഷ എന്നാണ്. മെഡിടെക് എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. സൈക്കോളജിസ്റ്റ് ആണ്. ഞങ്ങൾ ഒത്തിരി കോളേജസ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാമിലൂടെ ഒത്തിരി സ്റ്റുഡൻസ് വരികയും പേരൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പ്രോഗ്രാമാണ് ആക്ച്വലി. എത്ര പേര് ഫ്യൂച്ചർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഈ 2 കാലിക്കറ്റും കണ്ണൂരും ഉള്ള പ്രോഗ്രാമിലൂടെ. ഇനിയും ഫ്യൂച്ചർ പ്രോഗ്രാംസ് വരുന്നുണ്ട് കമ്മിങ് ഡേയ്സിൽ. We are waiting for that. Thank you. My name is ലിജേഷ്. ഞാൻ തേജസ്വിനി ഗ്രൂപ്പ് ഓഫ് കോളേജ് മംഗലാപുരത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. ഏഷ്യാനെറ്റിൻ്റെ എഡ്യൂഫെയർ ആയിട്ട് വന്നതാണ്. വളരെ നല്ല ക്രൗഡ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാം +2 കഴിഞ്ഞ പിള്ളേർ തന്നെ വന്നിട്ടുണ്ട്. ഹാപ്പിയാണ്. ഞാനിവിടെ വന്നിരിക്കുന്നത് ശ്രീനിവാസ് യൂണിവേഴ്സിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് കണ്ണൂർ വന്നിരിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ ഇവിടെ മെഡിക്കൽ, ഡെന്റൽ, നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകളായിട്ട് ഞങ്ങളുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. കോൺടാക്ട് നമ്പർ 8075219356. എൻ്റെ പേര് അഖിൽ എന്നാണ്. ഞാൻ രാജഗിരി കോളേജിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് വരുന്നത്. നമ്മളിപ്പോൾ ഇവരുടെ തന്നെ കോഴിക്കോടത്തെ ഫെയറിനുണ്ടായിരുന്നു. അത്ര തന്നെ ഇപ്പോൾ തിരക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇഷ്ടംപോലെ സ്റ്റുഡൻസ് നമുക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. അവർ ഒരുപാട് എൻക്വയറീസും നമുക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കോഴിക്കോടിനേക്കാളും കമ്പാരിറ്റീവ്ലി കൂടുതൽ ഇപ്പോൾ നമുക്ക് കണ്ണൂർ എൻക്വയറി വരുന്നുണ്ട്. സ്റ്റുഡൻസിൻ്റെ കൂടുതലും നമ്മുടെ മാനേജ്മെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് തന്നെയാണ് എൻക്വയറി വരുന്നത്. നല്ല രീതിയിലുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഐഡിയ ഇല്ലാതെ വന്നത് ഇങ്ങോട്ട്. അപ്പോൾ എന്ത് ചെയ്യണം എൻ്റെ മകള് പഠിച്ചിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഐഡിയയിൽ വന്നപ്പോൾ മറ്റേ ഇവിടുന്ന് കുറേ യൂണിവേഴ്സിറ്റി അതിന് എന്തെല്ലാം കോഴ്സ് എടുക്കണം എന്നുള്ളൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മകൾക്കും അതേ രീതിയിലാണ് എൻ്റെ സംശയമുണ്ട്, ചോദിക്കണം എന്നുള്ള രീതിയിലാണ് വന്നത്. ഞാനും ഇതേപോലെ ഒരുപാട് യൂണിവേഴ്സിറ്റിയും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. അങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ള ഇതാക്കിയിട്ട് ഒരുപാട് യൂണിവേഴ്സിറ്റി ഇതാക്കിയിട്ടുണ്ട്. ഒരുപാട് പല കോഴ്സുകളും ഒരുപാട് സ്റ്റുഡൻസും ഉണ്ട്. ആക്ച്വലി കണ്ണൂർ ഏഷ്യാനെറ്റ് ഇങ്ങനെ ഒരു സംരംഭം ഒരുക്കിയത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അത്യാവശ്യം കോളേജുകളെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു ഐഡിയയും കോഴ്സുകളെ പറ്റിയിട്ടൊക്കെ ഉള്ള ഡെമോ ഒക്കെ നന്നായിട്ടുണ്ട്. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാം കുറച്ചുകൂടി ഉപകാരപ്രദമായിരിക്കും തോന്നുന്നു. ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇതുവരെ മനസ്സിലാക്കാത്ത കോഴ്സുകൾ കുറച്ചൊക്കെ അറിയാൻ പറ്റി.
ആൻഡ് അതിൻ്റെ സ്കോപ്പുകളെ കുറിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റി. ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. വളരെ നല്ലോണം ഉപകാരപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പരിപാടി നടത്തിയതിൽ തന്നെ. ഈ ഒരു ഇവിടെ കണ്ണൂർ ഇവിടെ നടത്തിയതിൽ നമുക്ക് നിരവധി കോളേജസ് എടുത്തുന്ന വന്നുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റി. സാധാരണ നമ്മൾ ഓൺലൈനിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തിരക്കും, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു കിട്ടണം എന്നില്ല. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാനും പറ്റി. ഫീസിൻ്റെ സ്ട്രക്ചർ ആണെങ്കിലും പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും. അപ്പോൾ ഈ ഒരു പരിപാടി നടത്തിയതിൽ വളരെയധികം സന്തോഷം. അതുപോലെ നടത്തിയ ഏഷ്യാനെറ്റിന് താങ്ക്സ് അറിയിക്കുന്നു. ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ കാര്യങ്ങളെല്ലാം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റി. പിന്നെ കൂടുതൽ വരുമ്പോൾ ഉണ്ടായ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് അല്ല, ഇപ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. സോ എന്തായാലും എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതായിരുന്നു. പറഞ്ഞ പോലെ തന്നെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ഈ ഒരു എക്സ്പോ. ശരിക്കും ഇവിടെ കയറിയതിന് ശേഷം ഏതെടുക്കണം, കോഴ്സ് എടുക്കണം, ആ ഒരു 50-50 എല്ലാം ഒരു ഐഡിയയിലും കിട്ടിയിട്ടുണ്ട്. അപ്പം ഏഷ്യാനെറ്റിനോടെല്ലാം താങ്ക്സ് പറഞ്ഞോണ്ട് നല്ല യൂസ്ഫുൾ ആയിരുന്നു. നമ്മൾ ഇന്ന് ഇവിടെ വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കുറേ ഡൗട്ട്സൊക്കെ ക്ലിയറായി. കുറച്ച് ഫ്യൂച്ചറിനേക്കുള്ള ഡൗട്ട്സൊക്കെ നല്ല വൃത്തി ക്ലിയറായി. ഇവിടുത്തെ സെമിനാറും ഒക്കെ വളരെ നല്ലതായിരുന്നു. പിന്നെ താങ്ക് യു ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റ് നടത്തിയ ഈ എക്സ്പോ വളരെ നന്നായിരുന്നു. കുട്ടികൾക്ക് എല്ലാ കോഴ്സിനെ പറ്റിയിട്ടും നല്ലൊരു അവയർനെസ് കിട്ടി. എല്ലാ കോഴ്സുകളെ പറ്റിയും പൊതുവെ സെമിനാറൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഓൾട്ടുഗദർ എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. ഈ ഏഷ്യാൻ്റെ എജു ഫെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്തു. പിന്നെ അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം അവരുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ലപോലെ അറ്റൻഡ് ചെയ്തു. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഓരോരുത്തർക്കും എന്താ വേണ്ടതെന്ന് ചൂസ് ചെയ്യാനുള്ള നല്ലൊരു അവസരമാണിത്. അത് പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം.